സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ നിലവിൽ റെഡ് അലേർട്ടാണ്. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. മഴക്കെടുതികൾ നേരിടാൻ ദുരന്ത നിവാരണ അതോറിറ്റികൾക്ക് ഫണ്ട് അനുവദിച്ച് ഉത്തരവിറങ്ങിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മാനസ ചേരുകയാണ്. മാനസ, കോട്ടയം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. മറ്റെന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ഈ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടുള്ളത്? തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ വ്യാപക മഴ തുടരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അലർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. അതിതീവ്ര മഴ മുന്നറിയിപ്പ് 8 ജില്ലകളിലാണ് തുടരുന്നത്. അതോടൊപ്പം തന്നെ അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അതിതീവ്ര മഴ തുടരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അടുത്ത ദിവസം, അതായത് നാളെ, കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെയും അവധി പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. നിലവിൽ നാളെ 14 ജില്ലകളിലും യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. എങ്കിൽ കൂടി മഴയുടെ തീവ്രത അനുസരിച്ച് മുന്നറിയിപ്പിൽ മാറ്റം വരാമെന്ന വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. ഒപ്പം തന്നെയാണ് വ്യാപക മഴ തുടരും, അതിശക്തമായ കാറ്റും ഉണ്ടാകും. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നിലവിൽ പറയാനുള്ളത്. ഒപ്പം തന്നെയാണ് കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കേരള തീരത്ത് 14 ജില്ലകളിലും റെഡും ഓറഞ്ചും അലർട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തീരദേശവാസികളും ഈ മഴ തുടരുന്ന അല്ലെങ്കിൽ തീവ്രമാകുന്ന സാഹചര്യങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളിൽ മാറി താമസിക്കേണ്ടി വന്നാൽ അതനുസരിച്ച് മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ ഭരണകൂടം ഈ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ വിളിച്ച് വിവരം അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് പൊതുജനങ്ങൾ കാറ്റിനെ അതിജീവിക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ അപകടകരമായ സാഹചര്യങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ കൂറ്റൻ മരമൊക്കെയും തന്നെ കടപുഴകി നാശനഷ്ടം സംഭവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. നിലവിൽ ആളപായമില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത്. എങ്കിൽ കൂടിയും കെട്ടിടങ്ങൾക്കൊക്കെയും തന്നെ കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മാറി താമസിക്കേണ്ട അത് അനിവാര്യമാണെങ്കിൽ മാറി താമസിക്കണം. മുറിച്ചു മാറ്റേണ്ട മരമാണെങ്കിൽ അത് മുറിച്ചു മാറ്റണം. KSEB അറിയിക്കേണ്ടതാണെങ്കിൽ KSEB അറിയിക്കണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഏർപ്പെടുത്തിയ മത്സ്യബന്ധന വിലക്കാണ്. അതായത് മത്സ്യബന്ധന വിലക്ക് തുടരുമ്പോഴും ചിലർ മത്സ്യബന്ധനം നടത്താനായി കടലിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രവണതയുണ്ട്. അത് പൂർണ്ണമായും നിർത്തണമെന്ന നിർദ്ദേശം തന്നെയാണ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മത്സ്യബന്ധനം നടത്തരുത് എന്ന നിർദ്ദേശമാണ്. ഒപ്പം തന്നെയാണ് എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ബീച്ചുകളിലേക്കും സഞ്ചാര വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്ന് തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നത്. ശരി മനസ്സ്.